ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏപ്രിൽ 2 വ്യാഴാഴ്ച തിരഞ്ഞെടുത്തി വമ്പം ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയാണ് വാഴ 2. സവിൻസ സംവിധാനം ചെയ്ത ഈ സിനിമ രണ്ടാമത്തെ ചൊവ്വാഴ്ച കൂടിയായ 13ാം ദിവസത്തിലേക്കാണ് ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ളത്. ചിത്രത്തിന്റെ ഇക്കഴിഞ്ഞ ഞായറാഴ്ച വരെയുള്ള കേരള റെസ്റ്റ് ഓഫിന്റെ വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട കൃത്യമായ കളക്ഷൻ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപ്രകാരം കേരളത്തിൽ 80 കോടി 5 ലക്ഷം രൂപയും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 10 കോടി 50 ലക്ഷം രൂപയുമാണ് 11 ദിവസം കൊണ്ട് സ്വന്തമാക്കിയിട്ടുള്ളത്. വിദേശത്ത് നിന്ന് 72 കോടി 75 ലക്ഷം ഉൾപ്പെടെ ഞായറാഴ്ച വരെയുള്ള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 163 കോടി 20 ലക്ഷം രൂപയാണ് ലോകവ്യാപകമായി സ്വന്തമാക്കിയിരിക്കുന്നത്. ഇനി 12ാം ദിവസം ഇന്നലെ തിങ്കളാഴ്ചയിലെ കേരള കളക്ഷനിലേക്ക് വന്നാൽ 5 കോടി 45 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ 12 ദിവസം കൊണ്ട് കേരളത്തിൽ ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത് 85 കോടി 50 ലക്ഷം രൂപയാണ്. വേൾഡ് വൈഡ് കളക്ഷനായി ഇന്നലെ തിങ്കളാഴ്ച 8 കോടി റേഞ്ചിൽ നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ 171 കോടി 50 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമ ആദ്യ 12 ദിവസം പിന്നിടുമ്പോൾ ലോകമെമ്പാടുമായി കളക്ട് ചെയ്തിരിക്കുന്നത്. ഇനി 13ാം ദിവസം എന്ന ചൊവ്വാഴ്ചയിലെ കേരള പ്രീസെയിലുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക് വന്നാൽ ഇന്നും കേരളത്തിൽ മികച്ച പ്രീസെയിലാണ് സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. 2 കോടി 22 ലക്ഷം രൂപയാണ് ഇന്ന് അഡ്വാൻസ് ബുക്കിലൂടെ ഈ സിനിമ കേരളത്തിൽ നേടിയെടുത്തിരിക്കുന്നത്. ബുക്ക് മൈ ഷോയിലൂടെ മണിക്കൂറിൽ 11,000-ന് മുകളിൽ ടിക്കറ്റുകൾ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ സിനിമയ്ക്ക് ഇന്ന് ചൊവ്വാഴ്ചയും കേരളത്തിൽ മികച്ച കളക്ഷൻ നേടിയെടുക്കാൻ കഴിയും എന്ന് തന്നെയാണ് സൂചിപ്പിക്കപ്പെടുന്നത്. അതേസമയം വാഴ ഫ്രാഞ്ചൈസിയിലെ 3ാമത്തെ ചാപ്റ്റർ വാഴ 3 ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വിപിൻ ദാസ് തന്നെയാണ് ഈ സിനിമയുടെയും തിരക്കഥ തയ്യാറാക്കുന്നത്. അതേസമയം വാഴ 3 സംവിധാനം ചെയ്യുന്നത് വിശ്വന്ത് ശ്രീജിത്താണ്. 2027 ചിത്രീകരണം ആരംഭിക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന ഈ സിനിമ നിർമ്മിക്കുന്നത് വിപിൻ ദാസ്, ഹാരിസ് ദേശം, PB അനീഷ്, സാഹു ഗാരാവതി, ആദർശ് നാരായണൻ എന്നിങ്ങനെ വാഴ 2വിന്റെ നിർമ്മാതാക്കൾ തന്നെയാണ്. സൈജു ഗ്രൂപ്പിന്റെ ഭരതനാട്യം 2 മോഹിനിയാട്ടം എന്ന സിനിമയും മികച്ച കളക്ഷനും വമ്പൻ ട്രെൻഡിങ്ങുമായി മുന്നോട്ട് പോകുക തന്നെയാണ്. 5ാം ദിവസം ഇന്ന് ചൊവ്വാഴ്ച പ്രീസെയിലിലൂടെ ഈ സിനിമ കേരളത്തിൽ 65 ലക്ഷം രൂപ നേടിയെടുത്തിട്ടുണ്ട്. ബുക്ക് മൈ ഷോ ട്രെൻഡിങ്ങിലും ഇന്ന് ഈ സിനിമയ്ക്ക് മികച്ച ബുക്കിംഗാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഈ സിനിമയ്ക്ക് ബുക്ക് മൈ ഷോയിലൂടെ 3500 മുകളിൽ ടിക്കറ്റാണ് മണിക്കൂറിൽ വിറ്റുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഇന്നലെ ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തത് 1 കോടി 12 ലക്ഷം രൂപയായിരുന്നു. ആദ്യ 4 ദിവസം കൊണ്ട് തന്നെ കേരളത്തിൽ 3 കോടി 62 ലക്ഷം രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. വേൾഡ് വൈഡ് കളക്ഷൻ 4.5 കോടി റേഞ്ചിലും പ്രതീക്ഷിക്കുന്നു. വിഷു പ്രമാണിച്ച് നാളെ ഏപ്രിൽ 15 ബുധനാഴ്ച തിയേറ്ററിലെത്തുന്ന മലയാള സിനിമയാണ് പള്ളിച്ചട്ടമ്പി. ടോവിനോ തോമസ് നായകനായി ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്യുന്ന ഈ സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് ഇന്നലെ വൈകിട്ട് 6 മണിയോടെയാണ് ആരംഭിച്ചിട്ടുള്ളത്. വിജയരാഘവൻ, ജോണി ആന്റണി, സുധീർ കരമന, ശ്രീജിത്ത് രവി എന്നിങ്ങനെയാണ് മറ്റ് പ്രധാനപ്പെട്ട താരങ്ങൾ. നിലവിൽ ഈ സിനിമയ്ക്ക് മണിക്കൂറിൽ 1500 ടിക്കറ്റാണ് വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് 44 ലക്ഷം രൂപയാണ് ഇന്ന് ഉച്ചവരെ ഈ സിനിമയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. കർണാടകയിൽ 3,50,000, തമിഴ്നാട്ടിൽ 2,15,000, മറ്റ് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ നിന്ന് 1,40,000 എന്നിങ്ങനെ ഇന്ത്യൻ പ്രീസെയിലായി 51,05,000 രൂപയാണ് ലഭിച്ചിട്ടുള്ളത്. വിദേശത്ത് നിന്ന് 18,50,000 രൂപയും നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇന്ന് ഉച്ചയ്ക്ക് 12 മണിവരെയുള്ള റിപ്പോർട്ട് അനുസരിച്ച് 69,55,000 രൂപയാണ് പള്ളിച്ചട്ടമ്പി വേൾഡ് വൈഡ് പ്രീസെയിലായി നേടിയെടുത്തിട്ടുള്ളത്. പ്രദീപ് രംഗനാഥൻ നായകനായ LAK അഥവാ ലവ് ഇൻഷുറൻസ് കമ്പനി എന്ന തമിഴ് സിനിമയുടെയും വെള്ളി, ശനി, ഞായർ എന്നിങ്ങനെ ആദ്യ 3 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വിഘ്നേഷ് ശിവൻ തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ SJ സൂര്യ, കൃതി ഷെട്ടി, സിമ്രാൻ എന്നിങ്ങനെയാണ് മറ്റ് പ്രധാനപ്പെട്ട താരങ്ങൾ. കേരളത്തിൽ ആദ്യ 3 ദിവസം കൊണ്ട് ഈ സിനിമ കളക്ട് ചെയ്തത് 48 ലക്ഷം രൂപയാണ്. തമിഴ്നാട് കളക്ഷനായി 3 ദിവസം കൊണ്ട് 18 കോടി 15 ലക്ഷം നേടിയെടുത്ത ഈ സിനിമ കർണാടകയിൽ നിന്ന് 2 കോടി 70, തെലുങ്ക് സംസ്ഥാനങ്ങളിൽ നിന്ന് 4 കോടി 88, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 44 ലക്ഷം എന്നിങ്ങനെ 3 ദിവസം കൊണ്ട് ഇന്ത്യൻ കളക്ഷനായി നേടിയെടുത്തത് 26 കോടി 65 ലക്ഷം രൂപയാണ്. വിദേശത്ത് നിന്ന് 9,09,000 കളക്ട് ചെയ്തത്, അതായത് 8 കോടി 46 ലക്ഷം രൂപ. ലോകമെമ്പാടുമായി 35 കോടി 11 ലക്ഷം രൂപയാണ് 3 ദിവസം കൊണ്ട് സ്വന്തമാക്കിയിട്ടുള്ളത്. 4ാം ദിവസം ഇന്നലെ തിങ്കളാഴ്ച ഈ സിനിമ കേരളത്തിൽ 8 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 56 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ എത്തി നിൽക്കുന്നത്. 4 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 45 കോടി റേഞ്ചിലാണ്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.